ലോകത്തിലെ കാർ, സെമി കണ്ടക്ടർ, എയ്റോസ്പേസ് വ്യവസായങ്ങൾക്കും അതുപോലെ ബാറ്ററികൾ, ആയുധങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി വിവിധ ഹൈടെക് ഉൽപ്പന്നങ്ങൾക്ക് വളരെ നിർണായകമാണ് റെയർ എർത്ത് മെറ്റൽസ്. ഇവയെല്ലാം ലോകത്തിന് നൽകുന്നതിൽ പ്രധാനി ചൈനയാണ്. ഇനിയാണ് മെയിൻ പോയിന്റ്. അമേരിക്കയെ തകർക്കാൻ പറ്റുന്ന ഒരു വെപ്പണാണിത്. ചൈനയുടെ റെയർ എർത്ത് എക്സ്പോർട്ട്, അപൂർവ ഭൗമ കയറ്റുമതി. വളരെ നിർണായകമായ ചില അപൂർവ ഭൗമ ധാതുക്കളുടെയും കാന്തങ്ങളുടെയും കയറ്റുമതി ബെയ്ജിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതോടെയാണ് ചൈന ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾക്ക് മറുപടിയായി ചൈന 7 റെയർ എർത്ത്സിന്റെ അമേരിക്കയിലേക്കുള്ള വിൽപ്പന നിയന്ത്രിച്ചു. അതേസമയം ഇതൊരു പൂർണ്ണമായ നിരോധനമല്ല എങ്കിലും അങ്ങനെ ആകാനുള്ള സാധ്യത തള്ളാനാവില്ല. 3 നോൺ റെയർ എന്നാൽ വളരെ നിർണായകമായ ലോഹങ്ങളുടെ കയറ്റുമതിയിൽ ചൈന ഇതിനകം തന്നെ അത്തരം നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുമുണ്ട്. യുദ്ധത്തിന്റെ ചില സൂചനകൾ നൽകുന്ന ചരിത്രം കൂടിയൊന്ന് നോക്കാം. 2 വർഷം മുമ്പ് ചൈന ചിപ്പുകൾ, റഡാറുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഗാലിയം, ജെർമേനിയം എന്നിവയുടെ കയറ്റുമതി നിയന്ത്രിച്ചിരുന്നു. ഡിസംബറിൽ അമേരിക്കയിലേക്കുള്ള 2 ലോഹങ്ങളുടെയും ഫ്ലെയിം റിട്ടാർഡന്റായ ആന്റിമണിയുടെയും എല്ലാ കയറ്റുമതിയും നിരോധിച്ചു. അതിനുശേഷം വിലകൾ കുതിച്ചുയർന്നു, ആഗോള വിപണി തകർന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഗാലിയത്തിന് ചൈനയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ 2-3 മടങ്ങ് വില കൂടുതലുമായിരുന്നു. എന്തായാലും വിതരണ പ്രതിസന്ധി ഇതുവരെ അമേരിക്കയെ തളർത്തിയിട്ടില്ല. നിരോധനത്തിന് മുമ്പ് തന്നെ പലരും സ്റ്റോക്കുകൾ എടുത്തിരുന്നു. വർഷങ്ങളായി നിലനിൽക്കുന്ന നിലവിലുള്ള വിതരണ കരാറുകൾ ചൈന റദ്ദാക്കിയിട്ടുമില്ല. ഇനി ഇപ്പോഴത്തെ നിലയിൽ പ്രത്യേക കയറ്റുമതി ലൈസൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ ലോഹങ്ങളും അവ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രത്യേക കാന്തങ്ങളും ചൈനയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. ചൈനയുടെ പുതിയ നിയന്ത്രണങ്ങൾ 3 കാരണങ്ങളാൽ കൂടുതൽ നാശത്തിന് കാരണമായേക്കും. അതൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത്, ചൈന റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന ഹെവി റെയർ എർത്ത്സ് മാറ്റിസ്ഥാപിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. ഡിസ്പ്രോസിയവും ടർബിയവും കടൽത്തീര കാറ്റാടി ടർബൈനുകൾ, ജെറ്റുകൾ, ബഹിരാകാശ പേടകങ്ങൾ എന്നിവയ്ക്ക് ശക്തി നൽകുന്ന കാന്തങ്ങളിലെ താപം നിയന്ത്രിക്കുന്നു. മറ്റ് 5 ലോഹങ്ങൾ കൃത്രിമ ഇന്റലിജൻസ് ചിപ്പുകൾക്ക് നിർണായകമാണ്. ചിലത് MRI സ്കാനറുകൾ, ലേസറുകൾ, ഫൈബർ ഓപ്റ്റിക്സ് എന്നിവയിലും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ്. ഭാരം കുറഞ്ഞ തരത്തിലുള്ള ഹെവി റെയർ എർത്തിന്റെ ഉൽപ്പാദനത്തിൽ ചൈന കൂടുതൽ ആധിപത്യം പുലർത്തുന്നു എന്നതാണ്. ചൈനയിലെയും അതുപോലെ മ്യാൻമറിലെയും മിക്ക ഖനനങ്ങളും ചൈനയാണ് നിയന്ത്രിക്കുന്നത്. നിർണായകമായി വേർതിരിച്ചെടുക്കുന്ന വസ്തുക്കളുടെ 98% ചൈന പ്രോസസ് ചെയ്യുന്നു. ഇത് മൂന്നാമത്തെ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നു. നിരോധനം നടപ്പിലാക്കാൻ ചൈനയ്ക്ക് ശക്തമായ ഉപകരണങ്ങളുണ്ട്. ചൈനയിൽ ഖനനം ചെയ്ത് സംസ്കരിക്കുന്ന ഓരോ ടൺ റെയർ എർത്തും ട്രാക്ക് ചെയ്യാനും അത് എവിടേക്കാണ് എത്തുന്നതെന്ന് കണ്ടെത്താനും ചൈനീസ് സർക്കാരിന് കഴിയും. ലോകമെമ്പാടുമുള്ള കമ്പനികളുടെ ആവശ്യകതകൾ ഇത് നിരീക്ഷിക്കുകയും ചെയ്യും. അമേരിക്കയിലേക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുന്നതിനായി കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നുവെങ്കിൽ അതും കണ്ടെത്തും. ഇതൊക്കെ കൊണ്ട് തന്നെ ചൈനീസ് നിരോധനം അമേരിക്കയെ ഒരു പരിധിവരെ സാരമായി തന്നെ ബാധിക്കും. അമേരിക്ക ഏതായാലും കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യതയില്ലല്ലോ. ബദൽ സാധനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അമേരിക്ക വേഗത്തിലാക്കും. ഇന്ന് കാലിഫോർണിയയിൽ ഒരു റെയർ എർത്ത് ഖനി മാത്രമേ ഉള്ളൂ. US കൂടുതൽ എണ്ണം വികസിപ്പിക്കുകയും ബ്രസീലിലും അതുപോലെ ദക്ഷിണാഫ്രിക്കയിലും പുതിയ ഖനികൾ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൊറിയൻ യുദ്ധകാലത്ത് പാസാക്കിയ 1950-ലെ പ്രതിരോധ ഉൽപാദന നിയമം ഉപയോഗിച്ച് ചൈനയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ പ്രധാന റെയർ എർത്ത് സംസ്കരണ സൗകര്യമായ ടെക്സസിൽ US ധനസഹായം നൽകുന്നുണ്ട്. എന്നിരുന്നാലും മറ്റു രാജ്യങ്ങളെ പോലെ റെയർ എർത്തിന്റെ ഉയർന്ന പ്രകടനമുള്ള കാന്തങ്ങളാക്കി മാറ്റുന്നതിനുള്ള വൈദഗ്ധ്യം അമേരിക്കയില്ല. ചൈനയും അതിന്റെ കയറ്റുമതി നിയന്ത്രിച്ചിരിക്കുന്നു എന്നതും ഓർക്കണം. മറ്റൊരു വസ്തുത കൂടിയുണ്ട്. റെയർ എർത്ത് കയറ്റുമതി നിരോധിക്കുന്നത് ചൈനയെ തന്നെ ദോഷകരമായി ബാധിക്കും. കാരണം അത് ഡിമാൻഡ് നശിപ്പിക്കും. 2010 ഒരു മത്സ്യബന്ധന തർക്കത്തിനിടെ ചൈന ജപ്പാനിലേക്കുള്ള റെയർ എർത്ത് കയറ്റുമതി നിർത്തിവച്ചു. മാസങ്ങൾക്കുള്ളിൽ തന്നെ ജപ്പാൻ ഇളവുകൾ നൽകി കയറ്റുമതി പുനരാരംഭിച്ചു. പക്ഷേ അതിനിടയിൽ ജപ്പാനിലെ കാർ നിർമ്മാതാക്കൾ റെയർ എർത്ത് നിക്ഷേപങ്ങളെ അധികം ആശ്രയിക്കാത്ത പുതിയ വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നു. ഇത്തവണ ട്രംപ് തന്റെ ആക്രമണാത്മക സമീപനം തുടർന്നാൽ ചൈന അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വീണ്ടും നിയന്ത്രിക്കാനും നിരോധിക്കാനും വരെയുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ കാര്യം വീണ്ടും വഷളാകും.